ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അടുത്ത ഗ്രാമത്തിലെ രണ്ട് സ്കൂളുകൾ തമ്മിൽ ശക്തിയേറിയ ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുകയാണ്. എന്നാൽ ഒരു സ്കൂളിലെ കുട്ടികൾ അതിദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അത് കണ്ടുനിന്ന പലരുടെയും ഹൃദയം തകർന്നുപോയി. ആ ഗ്രാമത്തിലെ ധനികനായ ഒരു വ്യക്തി ഈ കുട്ടികളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അടുത്ത കളിയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫോർഡിൻ്റെ ഒരു കാർ സമ്മാനമായി ഞാൻ നൽകും. ആ കുട്ടികളുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമ്മാന ഓഫറായിരുന്നു അത്. അന്നു മുതൽ അവർ കിടക്കുവാൻ പോകുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഒരു ചിന്ത മാത്രമായിരുന്നു, ഞങ്ങൾ ജയിക്കും. ഞങ്ങളെ തോൽപ്പിച്ചവരുടെ ഇടയിലൂടെ കാർ ഓടിച്ച് ഞങ്ങൾ ഗ്രാമം മുഴുവൻ ചുറ്റും. ജയിക്കും ജയിക്കുമെന്ന ഏക ചിന്തയോടുകൂടി അവർ ദിവസങ്ങൾ തള്ളി നീക്കി. അടുത്ത മത്സരദിനമെത്തി. ആർക്കും തകർക്കുവാൻ കഴിയാത്ത ആത്മവിശ്വാസത്താൽ ഈ കുട്ടികൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഇറങ്ങി. എന്നാൽ അന്നവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിദയനീയമായ തോൽവിയായിരുന്നു. അവരുടെ എതിരാളികൾ 38 പ്രാവശ്യം ബോൾ ബാസ്ക്കറ്റിലിട്ടപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം പോലും ഇടാനായില്ല. കാരണം ഒന്നേയുള്ളൂ, അവർ മനക്കോട്ടകൾ നെയ്ത് സ്വപ്നങ്ങൾ കണ്ട് ഇരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഒരിക്കൽ പോലും കളിക്കളത്തിലിറങ്ങി പരിശീലനം നടത്തിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും നാം നേരിടുന്നത്. ജയിക്കാൻ സ്വപ്നം മാത്രം പോരാ, പരിശീലനവും ആവശ്യമാണ്. സ്വപ്നങ്ങൾ ശത്രുവിനെ തകർക്കുകയില്ല. ശത്രുവിൻ്റെ കഴിവിനെ തൻ്റെ പരിശീലനം കൊണ്ട് മറികടക്കുമ്പോഴാണ് വിജയം നമ്മുടെ പക്ഷത്തേക്ക് വരുന്നത്. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ അതിനെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ശരീരവും മനസ്സും ഒന്നുപോലെ സമർപ്പിക്കണം. വൈകാരികമായ പെട്ടെന്നുള്ള തീരുമാനങ്ങളെക്കാൾ ശാന്തമായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ലക്ഷ്യം നേടുവാൻ നമ്മെ സഹായിക്കും. സങ്കീർത്തനം 31:22. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്നു ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.